സുവിശേഷം പ്രസംഗിക്കുക സാഹചര്യം അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും എന്നല്ലേ. 2 തിമോത്തി 4:2 വചനം പ്രസംഗിക്കുക സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും ജാഗരൂകതയോടെ വർത്തിക്കുക. മറ്റുള്ളവരിൽ ബോധ്യം ജനിപ്പിക്കുകയും അവരെ ശാസിക്കുകയും ഉദ്ബോധിപ്പിക്കുകയും ചെയ്യുക. ഇതെല്ലാം ഞാൻ ചെയ്യണതാണ്. നിങ്ങൾക്കറിയാമല്ല, ഉടമ്പടി ധ്യാനം കേൾക്കുമ്പോ ഒരു ശാസ്ത്രം കിട്ടാത്ത ഒരൊറ്റ ഉടമ്പടി ധ്യാനം പോലും ഉണ്ടാകത്തില്ല. എന്തെങ്കിലുമൊക്കെ അച്ഛൻ നിങ്ങൾ വഴക്ക് പറയും. അത് കാര്യം ഇത് സുവിശേഷത്തിൽ അങ്ങനെ ശാസിക്കേണ്ടതാണ്. അതായത് ഇടയൻ ആടുകളെ നയിക്കുമ്പോൾ ചിലരിങ്ങനെ അപഭ്രംശം സംഭവിക്കത്തില്ലേ, അപ്പോൾ ഒരു കൊട്ടും മുട്ടൊക്കെ കൊടുത്തിട്ടാണ് നേരെ ആക്കി വെക്കുന്നത്. അപ്പം അതുപോലെ ശാസന കിട്ടും. പിന്നെ എന്താണ് ബോധ്യം. അപ്പോൾ ഞാൻ എപ്പോഴും കർത്താവിനോട് പറയുകയാണ്, കർത്താവേ ജനങ്ങൾക്ക് ഞാൻ സംസാരിക്കുമ്പോൾ ബോധ്യം കിട്ടണമെന്ന്. പണ്ടേ ഞാൻ സംസാരിച്ച ആൾക്കാർക്ക് മനസ്സിലാവത്തില്ലായിരുന്നു. ഞാൻ സെമിനാരിൽ നിന്ന് ഫ്രഷ് ഹാൻഡായിട്ട് ഇറങ്ങിയിട്ട് ആദ്യത്തെ 3 കൊല്ലമൊക്കെ സംസാരിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞൊന്നും മനസ്സിലായെന്ന് പറയും. അപ്പോൾ എനിക്ക് തന്നെ അറിയാം ഞാൻ ഓവർ തിയോളജിക്കലും ഓവർ ഫിലോസഫിക്കലുമാണ്. അങ്ങനെയായിട്ടാണ് പണ്ട് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിന് ജീവിതമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. അച്ഛൻ ഞാൻ തന്നെ ചോദിച്ചു വാങ്ങിച്ചതാണ്. സിമ്പിളായിട്ടുള്ള ലളിതമായ രീതിയിൽ കർത്താവെ ജനങ്ങളോട് സംസാരിക്കാൻ ഇടയാക്കണമെന്ന്. ഇന്നത്തെ ശൈലി അതിനേക്കാൾ മാറി. ഇന്ന് വചനത്തിൻ്റെ പൊരുളുകൾ ജീവിതത്തിൻ്റെ ബന്ധിയായിട്ട് ലിങ്ക് ചെയ്ത് അവതരിപ്പിക്കാൻ കർത്താവ് ഒരു പ്രത്യേക അഭിഷേകം തന്നു. ഞാനത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ചേച്ചി ഒരു സാക്ഷിയൊക്കെ പറഞ്ഞിരുന്നു. കാര്യം അത് കേൾക്കുമ്പോൾ അവർക്ക് ജീവിതത്തിൽ ബോധ്യങ്ങൾ കിട്ടുമെന്ന്. അത് ഈ 2 തിമോത്തി 4 ഒന്നുകൂടെ വായിച്ചേ. വചനം പ്രസംഗിക്കുക സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ, അതായത് ഇതിന് 2 മാർക്കാണുള്ളത്. 2 തരം മാർക്കുണ്ട്. ജാഗരൂകത വേണം. പക്ഷെ അതേസമയം തന്നെ സാഹചര്യം ഒക്കുമ്പോൾ മാത്രം വചനം പ്രഘോഷിക്കാനുള്ളതല്ല. പ്രാർത്ഥന അങ്ങനെയാണ്. അതൊരു അപ്പോസ്തലിക നിലപാടാണ്. അതായത് ഇപ്പം സാഹചര്യം പ്രതികൂലമാണ് എങ്കിൽ അങ്ങനെ എന്നിട്ടും നമ്മൾ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണമെങ്കിൽ അതിന് ഒരു എബോവ് ഡിസ്റ്റിങ്ഷൻ മാർക്കാണ് ഉള്ളത്. അനുകൂലമായ സാഹചര്യത്തിൽ പ്രവർത്തിച്ച ക്ലാസ് മാർക്ക് കിട്ടും നമുക്ക് 60 മാർക്ക്. അതാണ് വ്യത്യാസം. അല്ലെങ്കിൽ നമുക്ക് സമയത്ത് ആഹാരം കിട്ടുന്നുണ്ട്, നമുക്ക് രോഗങ്ങളൊന്നുമില്ല, കടങ്ങളൊന്നുമില്ല, നമ്മൾ വളരെ ഹാപ്പിയാണ്, ഫീൽ ഫ്രീ ആണ്. അപ്പോൾ ദൈവത്തിന് നമ്മൾ വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് 60% ഉള്ളത്. എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയണ. പക്ഷെ നമ്മുടെ സാഹചര്യം പ്രതികൂലമാണ്. എന്താണ്, നമുക്ക് രോഗമുണ്ട്, ശരീരം മേലനങ്ങണില്ല, അതുപോലെ തന്നെ നമുക്ക് ചിലപ്പോൾ വിശപ്പുണ്ട്, അതിന് തൽക്കാലത്തേക്ക് മാർഗം കാണുന്നില്ല. അങ്ങനെയുള്ള പ്രതികൂല സാഹചര്യങ്ങളിലും ആണ് പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഈ 80% എബോവ് മാർക്കിങ്സ് വരും. ഇപ്പം നമുക്ക് പ്രയാസങ്ങളൊക്കെ ഉള്ള സമയമാണെങ്കിൽ വേദന, രോഗം, മറ്റുള്ളവരുടെ വഴക്ക്, അതുപോലെ തന്നെ വീട്ടിലെ ഭിന്നതകളൊക്കെ ഉള്ള സമയത്ത് അത് നമ്മളിതിനെ ബാധിക്കാതെ നമ്മൾ നമ്മുടെ ജോലി ശുശ്രൂഷയോടെ മുന്നോട്ട് പോകുകയാണെങ്കിൽ അതിന് മാർക്ക് കൂടും. എന്താ കാര്യം, അത് ഭയങ്കര പ്രാർത്ഥിക്കാൻ പാടുള്ള സമയമാണ്. അപ്പം എന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഉള്ളതിന് നല്ല ദൈവസന്നിധിയിൽ മഹത്വം വർദ്ധിക്കും. അങ്ങനെയാണ് എൻ്റെ റേറ്റിംഗ് വർദ്ധിക്കുന്നത്. അപ്പം അതുകൊണ്ട് നീ ഒരു വളരെ മോശം കാലാവസ്ഥയിൽ നല്ലവണ്ണം വർക്ക് ചെയ്യണതാണ് ഈ ആധ്യാത്മികത എന്ന് പറയുന്നത്. പറഞ്ഞു മനസ്സിലായില്ലേ? മോശം കാലാവസ്ഥയിൽ ഇപ്പോൾ മത്സ്യത്തൊഴിലാളി സഹോദരങ്ങൾക്ക് ഇപ്പം മോശം കാലാവസ്ഥയാണ്. എന്താ കാര്യം, രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ കാറ്റും മഴയുമാണ്. അപ്പോൾ ഒഴുക്കും ഉണ്ടാകും ശക്തമായിട്ട്. അപ്പോൾ വള്ളം എത്ര തുഴഞ്ഞാലും 7 കടലൊക്കെ ഒടിഞ്ഞ് വീണ കാണാം. എന്നിട്ടാണ് പിന്നെ കടൽ താറിയിട്ട് നിരപ്പ് കിട്ടുന്നത്. ചിലപ്പോൾ കമന്നും പോകും. ആ സമയത്ത് നമുക്ക് അതായത് 1 by 1 ആയിട്ട് ഒരു കണക്ക് തെറ്റിപ്പോയി കഴിഞ്ഞാൽ തിരയിന്ന്
വള്ളം കവലണത് ഞാൻ കണ്ടിട്ടുണ്ട്, നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് ഈ നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിലും ഇതുപോലുള്ള ഒരു സമയമാണ് നിനക്കെന്ന് വിചാരിച്ചോ. വഴക്കുണ്ട്, കേസുണ്ട്, പോലീസ് സ്റ്റേഷനിൽ ചെല്ലാൻ പറഞ്ഞിരിക്കുന്നു, കുടുംബത്തിൽ വീട്ടിൽ സാമ്പത്തിക ബാധ്യത കാര്യങ്ങളുണ്ട്, കുഞ്ഞുങ്ങളുടെ പഠനമുണ്ട്, അവരുടെ പരീക്ഷ, അവരുടെ ഉപരി വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള ചിലവുണ്ട്. അപ്പം നീ ഇങ്ങനെ എവിടെ പായുമെന്നറിയാൻ പോലെ നിൽക്കുന്ന സമയമാണെങ്കിലും ഈ സമയത്ത് നിനക്ക് നമ്മൾ ഒരു സ്വർഗസ്വനായ പിതാവിന് 1 കോടി രൂപയുടെ അത്രയും വിലയുള്ള സമയമാണിത്. മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ട് അയ്യോ എന്നിട്ട് ഞാൻ ഇത്രയും കഷ്ടപ്പെടല്ലോ, എന്നിട്ട് ഇത്രയും ഞാൻ ഇങ്ങനെ ദൈവത്തെ ഒപ്പ് ജീവിച്ചിട്ടും എനിക്ക് കഷ്ടപ്പാടാണല്ലോ, എനിക്ക് പ്രാർത്ഥിച്ചിട്ട് എന്ത് കാര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില ഇൻഡയറക്റ്റ് അല്ല ഇഡിയറ്റ്സ് അല്ലേ അവർ പ്രെയർ ചെയ്യാതിരിക്കും. അപ്പോൾ ഈ സമയത്താണ് നമുക്ക് പ്രെയർ. അപ്പോൾ എല്ലായ്പ്പോഴും ഓർക്കണം, ജീവിതം പ്രശ്നത്തിലിരിക്കുമ്പോൾ നമുക്ക് നല്ല റേറ്റിംഗ് ഉണ്ടാകും നമ്മുടെ പുസ്തകം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാമോ? നിങ്ങൾ അതൊന്നും നോക്കാതെ കണ്ണുടച്ച് പ്രാർത്ഥനാ ജീവിതത്തിൽ, സുവിശേഷ സാക്ഷ്യ ജീവിതത്തിൽ വെള്ളം ചേർക്കാതെ മുന്നോട്ട് പോകണം. എന്നിട്ട് എന്ത് ചെയ്താൽ ഈശോ ഇത് ഒരു സമയമാകുമ്പോൾ ഈശോ ഇതെല്ലാം കറക്റ്റ് ആൻസർ ചെയ്യുന്ന സമയമുണ്ട്. അത് ഭയങ്കര രസമാണ്. ചെറിയ സമയത്ത് നമുക്ക് കാര്യങ്ങൾ സെറ്റാണ് കാണാം. അപ്പം അതുകൊണ്ട് സന്തോഷമായിരിക്കുക. സാഹചര്യം പ്രതികൂലമാണെങ്കിൽ തന്നെ നിൻ്റെ ആധ്യാത്മിക ജീവിതം ഒരു അല്പം പോലും തടസ്സമില്ല മുന്നോട്ട് കൊണ്ടുപോവുക. കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ.